വർഷങ്ങളായി മാലിദ്വീപിൽ അധ്യാപകനായി ജോലി ചെയ്തു വന്നിരുന്ന കോളിത്തട്ട് സ്വദേശി സുരേഷ് മാസ്റ്ററാണ് തൻ്റെ ജീവിതകാലത്തിൽ സ്വരുക്കൂട്ടിയ 32 ലക്ഷം രൂപ കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ അറബി ശാഖയിൽ ഭാര്യയുടെയും മകൻ്റെയും പേരിൽ നിക്ഷേപിച്ചത്. എന്നാൽ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് 100ലധികം തവണ ബാങ്ക് മാനേജർമാരുടെ വീട്ടിലും ബാങ്കിലുമായി പോയിട്ടും തിരികെ ലഭിച്ചിട്ടില്ലെന്ന് സുരേഷ് മാസ്റ്റർ പറയുന്നു. ഇവർ നല്ല രീതിയിൽ ഈ പൈസ മാറ്റി, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ എൻ്റെ പേരിലുള്ള പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ, എൻ്റെ മകൻ്റെ 3 പേരുടെ പേര് 32 ലക്ഷമുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ വ്യൂവേഴ്സ് ഉണ്ട്, വിദേശത്തുള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക, 1-2 സെൻറ്റൻസ് ഇംഗ്ലീഷും പറയുക. I have deposited more than 30 lakhs in this bank. Initially they pay me interest. When the money was mature, they gave me some amount. Now, nearly more than 1 year, they are not giving me money. I have to go. They give excuses. You come, we are going to Trivandrum. So many excuses. നമ്മുടെ പൈസ അതുകൊണ്ട് ഞാനൊരു രോഗിയായിരുന്ന ഒരാൾ വീണ്ടും ഞാൻ രോഗിയായി, വീണ്ടും കൂടുതലായിട്ട് രോഗിയായി. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിയാവുന്നവർക്കാണെങ്കിൽ मैंने ये बैंक में पैसा दिया, मुझे वापस नहीं देता है, तो कुछ बोल के ऐसा करता है, तो क्या करूँ मैं? എനിക്ക് എൻ്റെ പൈസ തിരിച്ചു കിട്ടണം. അതായത് 32 ലക്ഷം ഇൻട്രസ്റ്റ് ഇവർ ചെയ്യുന്നത് ഈ 2 ലക്ഷം ബുക്കിലേക്ക് എഴുതി തരുന്നു, ഇൻട്രസ്റ്റ് തിരിച്ചു തരുന്നില്ല. വരുമ്പോഴത്തേനും ബുക്കിലേക്ക് എഴുതുന്നു, ഇൻട്രസ്റ്റ് ബുക്കിലേക്ക് എഴുതുന്നു. എനിക്കിപ്പോൾ ഒരു മീൻകാരൻ വന്നു കഴിഞ്ഞാൽ അവനൊരു 150 രൂപ കൊടുക്കണം, എനിക്ക് ബുക്ക് കാണിച്ചാൽ കിട്ടുമോ? അപ്പോൾ ഇപ്പോൾ മാനസിക സമ്മർദ്ദം കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ മാനേജർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പൈസ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളൊന്നൊരു ഫോൺ കോളിന് ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ മാനേജറുടെ വേറെ മാനേജേഴ്സ് മാറി വന്നു. ഇവരുടെയൊക്കെ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയി. പിന്നെ ബാങ്കിൽ ഒരു 100 പ്രാവശ്യം വരെ പോയി. എനിക്ക് മാനസിക സമ്മർദ്ദം പറഞ്ഞറിയിക്കാൻ പറ്റുന്നു, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായി ഒന്നുമില്ലെന്നും നന്മകൾ ചെയ്താൽ അവരോടൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഈ ബാങ്ക് കോൺഗ്രസ്, എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയോടോ ഒന്നും എനിക്കൊരു ഫേവേഴ്സ്, ഐ ഹാവ് നോ ഫേവേഴ്സ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. അങ്ങനെ BJPയോടോ ആർക്കിട്ടോ ഒന്നുമില്ല. എൻ്റെ വീട്ടിലെൻ്റെ അച്ഛൻ കുറച്ച് കാലം മുമ്പെങ്ങാണ്ട്, അച്ഛനിപ്പോൾ നോമോ, ഹീസ് നോമോ, അച്ഛനിങ്ങനെ കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ഇടതുപക്ഷ സപ്പോർട്ടർ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അങ്ങനെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നന്മയുടെ കൂട്ടത്തിൽ മാത്രം. അതുകൊണ്ട് ഇവർ ഒരു നാടിന് ബാങ്കിൻ്റെ ഒരു പ്രാധാന്യം, ഒരു ബാങ്ക് ഒരു നാട്ടിലുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ബാങ്കിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുക, നിക്ഷേപം സ്വീകരിക്കുക, അത് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നശിപ്പിച്ച് കളയരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.